എന്നും പുതുരുചികൾ തേടുന്ന പ്രിയ പ്രേക്ഷകർക്ക് രുചിയുടെ പുതിയ വെള്ളിയാഴ്ച സ്നേഹപൂർവ്വം അവതരിപ്പിക്കുന്ന ഉരുളായ റോസ്റ്റ്. 1/2 കിലോ ചെറിയ ഉരുളക്കിഴങ്ങ് തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് കുക്ക് ചെയ്ത് ഉപ്പിട്ട് കുക്ക് ചെയ്ത് വെള്ളം കളഞ്ഞ് തൊലി കളഞ്ഞ് വയ്ക്കുന്നു. ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുന്നു. വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കടുകും 1 തണ്ട് കറിവേപ്പിലയും താളിക്കാം. കടുകും കറിവേപ്പിലയും താളിച്ചതിന് ശേഷം നമുക്ക് 1 കപ്പ് സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം. സവാളയും കറിവേപ്പിലയും കടുകും കൂടെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ നന്നായിട്ട് വഴറ്റുക. പച്ചക്കറി വിഭവങ്ങൾ നമ്മളുടെ ചാനലിൽ വളരെ കുറവാണെന്ന് പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, അഭിപ്രായപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം അവതരിപ്പിക്കുകയാണിത്. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നു. ഈ നിറമാകുന്നവരെ നന്നായിട്ട് വഴറ്റുക. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഫ്രൈ ചെയ്തതിനു ശേഷം മാത്രം ആഡ് ചെയ്യുക. നന്നായിട്ട് ഫ്രൈ ചെയ്തതിനു ശേഷം ഇതിനും ആദ്യം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കുന്നു. മഞ്ഞൾപ്പൊടി നമ്മൾ എല്ലാ ഡിഷുകൾക്കും നമ്മൾ ആദ്യമേ തന്നെ പ്രയോറിറ്റി വൈസ് ചേർക്കുന്നതാണ്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. കാശ്മീരി മുളക് പൊടി ചേർത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നു. ഈ 3 സ്പൈസസും നമ്മളുടെ അടുക്കളകളിൽ എപ്പോഴും നമ്മുടെ കൈയെത്തും ദൂരത്തുള്ളതാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നു. 1/2 കപ്പ് തക്കാളിക്ക് കൊത്തി അരിഞ്ഞതുമാണ് ഈ അവസരത്തിൽ ചേർക്കുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് വെളിച്ചെണ്ണ ചൂടാക്കി കടുകും കറിവേപ്പിലയും താളിച്ച് സവാള വഴറ്റി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ടർമറിക്കും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തത് നന്നായിട്ട് ഫ്രൈ ചെയ്തതിനു ശേഷം തക്കാളിക്ക് ചേർത്ത് നന്നായിട്ട് മസാല ആക്കിയതിനു ശേഷം നമ്മൾ വേവിച്ച് തൊലി കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നു. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഏതിനും പോന്ന ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യുകയാണ്. മസാല കൂട്ടുകളൊന്ന് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഫ്രൈങ് പാൻ ചേർത്ത് ചെയ്യുന്നതിലേക്ക് അല്പം വെള്ളം തളിച്ച് കൊടുക്കാം. മസാല കൂട്ടുകൾ പിടിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കൂട്ടിനകത്ത് ഈ മസാല കൂട്ടിൽ കിടന്ന് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവുകയാണ്. ഇപ്പോൾ ചേർത്തിരിക്കുന്ന 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. ഇതും നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉള്ളതാണ്. അതിലൊന്നും വലിയ വ്യത്യസ്തയൊന്നുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ചേരുവകളെല്ലാം തന്നെ നമ്മൾ എക്കാലവും ഉപയോഗിക്കുന്നത് തന്നെയാണ്. അടച്ച് വെച്ച് അല്പം സ്റ്റീം ചെയ്യിക്കുന്നു. കാരണം അതിൻ്റെ മസാലകളുടെ കൂട്ടുകളുടെ ഫ്ലേവറുകൾ ഗുണം എല്ലാം ഒന്ന് പിടിക്കാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ട് ഫൈനൽ സ്റ്റേജിൽ ഒരു വഴറ്റുന്നതിന് വേണ്ടിയാണ്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതിരുചികരമായ ഉരുളക്കിഴങ്ങ് റോസ്റ്റ് റെഡിയായിരിക്കുന്നു. ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ പൊറോട്ടയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു വെജിറ്റേറിയൻ ഓപ്ഷൻസ് തേടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും തീർച്ച. ദയവേത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഫുഡ് ട്യൂബിൻ്റെ ഈ പുത്തൻ രുചി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു രുചിയുമായി കാണുമ്പോഴേക്കും ഷെഫ് സുജു ഫിലിപ്പ് സൈനിങ് ഔട്ട്. രുചിയുടെ പൂരം കൊടിയേറട്ടെ, സന്തോഷത്തിൻ്റെ പൂത്തിരികത്തട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ആൾ.